Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ നമ്മുടെ ഇന്നത്തെ How to സീരീസിൽ 8ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ How to apply eyeshadow ആണ് കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. Let's get started. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐ ഷാഡോസ് ഇടുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ബ്രൗ ബോൺ, നമ്മുടെ ക്രീസ് ആൻഡ് നമ്മുടെ ഐലിഡ്സ്. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്യണമെന്ന് പറയാറുണ്ട്. ബേസിക്കലി എന്താണ് ഈ ട്രാൻസിഷൻ കളർ? നമ്മുടെ ഐലിഡ്സിന്റെ സ്കിൻ ടോണിനെക്കാട്ടിലും 1-2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളതാണ് നമ്മൾ ട്രാൻസിഷൻ ഷെയ്ഡ്സ് എപ്പോഴും എടുക്കുന്നത്. ആൻഡ് ട്രാൻസിഷൻ ഷെയ്ഡ് എപ്പോഴും നമ്മൾ മാറ്റ് ആണ് എടുക്കുന്നത്. ഷിമറി ആയിട്ടുള്ള ട്രാൻസിഷൻ ഷെയ്ഡ്സ് ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ഐബ്രൗസിന്റെയും ഐലിഡ്സിന്റെയും ഇടയ്ക്ക് ഉള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കളർ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കളർ കുറച്ചും കൂടി ഡീപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രാൻസിഷൻ കളറിന്റെ 1-2 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ളത് എടുക്കുന്നത്. ആൻഡ് നമ്മുടെ ഐലിഡ്സിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് എടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ ഏത് കളർ ഓഫ് ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ടോണിന്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ട്രാൻസിഷൻ കളേഴ്സ് എടുക്കാനായത്. അതായത് ഇപ്പൊ ഞാനൊരു പർപ്പിൾ ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ട്രാൻസിഷൻ കളർ റെഡ് എടുക്കത്തില്ല, അല്ലെങ്കിൽ റെഡിന്റെ ഏറ്റവും ലൈറ്റ് കളർ എടുക്കില്ല. ഞാൻ പേർപ്പിളിന്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബേജ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിരിക്കും ഞാൻ എടുക്കാറുള്ളത്. ഇനി നമുക്ക് ഐ മേക്കപ്പിന് എന്ത് ടൈപ്പ് ഓഫ് ബ്രഷസ് വേണം? ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. കാരണം ബ്ലെൻഡിങ് ആണ് നമ്മുടെ ഐ മേക്കപ്പിന്റെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഫ്ലഫി ബ്രഷ് എടുക്കുക. പെൻസിൽ ടിപ്പുള്ള ബ്രഷ് വേണമെങ്കിലും എടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് കളേഴ്സ് ഒക്കെ ജസ്റ്റ് നമ്മുടെ വി ഒക്കെ വരയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ടോപ്പുള്ള ചെറിയ വലിയ ബ്രഷസ് വേണമെങ്കിലും എടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഐലിഡ്സിൽ കളേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കാൻ, നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബ്രഷസ് ഞാൻ ആദ്യമേ തന്നെ എടുക്കട്ടെ. ഇനി നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഐസ് ലിഡ്സ് ജസ്റ്റ് ഒന്ന് പ്രെപ്പ് ചെയ്ത് വെക്കാം. പ്രെപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഐ പ്രൈമേഴ്സ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കൺസീലർ ആൻഡ് കോമ്പാക്റ്റ് ഉണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഐലിഡ്സ് ഒന്ന് പ്രൈം ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് പ്രൈം ചെയ്യുമ്പോൾ നമ്മുടെ കളേഴ്സ് ഒക്കെ കുറച്ചും കൂടി പോപ്പ് ഔട്ട് ആയിട്ട് നിൽക്കും. ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ കൺസീലർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ കൈൻഡ് ഓഫ് ഐ മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഏറ്റവും ആദ്യമേ എനിക്ക് ഒരു ട്രാൻസിഷൻ കളറാണ് വേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് എടുക്കുന്നത്. ജസ്റ്റ് കുറച്ച് ഒന്ന് എടുത്തിട്ട് ആക്സസ് ഒന്ന് ടാപ്പ് ഓഫ് ചെയ്യാം. ലൈറ്റ് ഹാൻഡിലി വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രഷ് പിടിക്കാനായിട്ട്. കാരണം നമ്മൾ ട്രാൻസിഷൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് 2 and 4 മോഷനിൽ നമ്മൾ നമ്മുടെ ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്യാം. ട്രാൻസിഷൻ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ണടയ്ക്കുക, എന്നിട്ട് കണ്ണൊന്ന് തുറയ്ക്കുക. അപ്പോൾ നമ്മുടെ ബ്രഷ് എവിടെയാണ് വന്നത്? ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെ വേണം നമ്മൾ ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഏറ്റവും നല്ലൊരു ട്രിക്കാണിത്. അപ്പോൾ ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഐ ഷാഡോന്റെ ഭംഗി തന്നെ ബ്ലെൻഡിങ്ങിലാണ്. ഒരു ഹാർഷ് ലൈൻസും ഇല്ലാണ്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നമ്മൾ ട്രാൻസിഷൻ കളർ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇത് ഞാൻ എൻ്റെ ഔട്ടർ വീല് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്.
ജസ്റ്റ് ഞാനിതൊന്ന് പ്ലേസ് ചെയ്തു. ഇനി സെയിം നമ്മുടെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഇത് സർക്കുലർ മോഷന് ബ്ലെൻഡ് ചെയ്ത് ട്രാൻസിഷൻ കളറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. കാരണം ഇതും വേറെ വേറെ ആയിട്ട് തോന്നരുത്. ഈ സെയിം ബ്രഷിൽ തന്നെ കുറച്ച് കളർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ട്രാൻസിഷൻ കളറിനെ ഒന്ന് ഡീപ്പ് ചെയ്യും ആൻഡ് ലിഡ്സിൻ്റെ പകുതിയോളം വരെ കൊണ്ടുവരികയും ചെയ്യാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ പോർഷന് ഇങ്ങോട്ട് ഒന്നൊരു വിങ് പോലെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഹുഡഡ് ഐസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കണ്ണ് വലുതൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഇതിനെ കുറച്ചും കൂടി ഡീപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെറൂൺ ഷെയ്ഡ് എടുക്കുകയാണ്. വീണ്ടും ജസ്റ്റ് ഈ ഒരു പോർഷനിൽ, അതായത് കണ്ണിൻ്റെ ഔട്ടർ പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് പ്ലേസ്, ഈ ഒരു കളർ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതും ഞാൻ നന്നായിട്ട് നമ്മുടെ രണ്ട് കളേഴ്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ്. അതായത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഐലിഡ്സിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ, കുറച്ച് ഷിമറി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ബ്രഷിലോട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഒരു മടക്കമുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഷിമറി ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ഐലിഡ്സിൻ്റെ 3/4 മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. സോ ദാറ്റ് നമ്മുടെ ആ ഐലിഡ്സിൻ്റെ കളറും നമ്മുടെ ട്രാൻസിഷൻ കളറും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഐ ഷാഡോ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും എൻ്റെ ഐ മേക്കപ്പിലും വരുന്നത്. ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ ഐ ഷാഡോ ഒക്കെ ഭയങ്കര ഒരു ബ്ലെൻഡിങ്ങിൻ്റെ പ്രോസസ്സാണ്, ബ്ലെൻഡിങ്ങിൻ്റെ കളിയാണ്. നന്നായിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ഐ ഷാഡോ ഒന്നും ഒട്ടും ഹാർഷ് ലൈൻസ് ഇല്ലാണ്ട് നല്ല സീംലെസ് ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡഡ് ആയിട്ടൊക്കെ തോന്നും. ആൻഡ് അങ്ങനത്തെ ഐ ഷാഡോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐ മേക്കപ്പ് ലുക്സ് ആണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി. അപ്പോൾ ഈ ഒരു ഐ മേക്കപ്പ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വിങ് ഐലൈനർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫ്രീ ആണ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൗ ടു സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.